കാറടുക്ക നാർക്കളത്ത് ബോക്സൈറ്റ് ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച കാടകം 13-ാം മൈലിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് CPIM-ന്റെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർത്തു. ഒരു വട്ടം കൂടി ചരിത്ര നേട്ടത്തിനിറങ്ങുകയാണ്. ധനമൂലധനത്തിന്റെ കടുകൻ കണ്ണുകൾ കാറടുക്കയുടെ ജനവാസ മേഖലയിൽ കാറടുക്ക നാർലത്ത് ബോക്സൈറ്റ് ഖനനം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കാടകം 13-ാം മൈലിൽ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് CPIM നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർത്തു. 13-ാം മൈൽ നിന്നാരംഭിച്ച് ചായ്ത്തലം വരെ ബോക്സൈറ്റ് ഖനനത്തിന് മാർക്ക് ചെയ്ത ജാൽസൂർ ചെർക്കള അന്തർസംസ്ഥാന പാതയോരത്ത് മനുഷ്യമതിൽ തീർത്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ കണ്ണികളായി. മനുഷ്യമതിലിൽ സിജി മാത്യു, C ബാലൻ, M മാധവൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ യഥാക്രമം കണ്ണികളായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം സമരസമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. A വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C ബാലൻ, CPIM കാറടുക്ക ഏരിയ സെക്രട്ടറി M മാധവൻ, ജനപ്രതിനിധികളായ E മോഹനൻ, CK വിജയകുമാർ, മോഹനൻ കാടകം, SR സത്യവതി, CPIM നേതാക്കളായ P ബാലകൃഷ്ണൻ, BK നാരായണൻ, K ശങ്കരൻ, K നാസർ, KP സുജല, KV നവീൻ, PP ശ്യാമളാദേവി, KP രജീഷ്, രജിത്ത് കാടകം എന്നിവർ സംസാരിച്ചു. കാടകത്ത് ബോക്സൈറ്റ് ഖനനത്തിനെതിരായിട്ടുള്ള വലിയ ഒരു സമരത്തിന് കളമൊരുങ്ങിയാണ്. ജനവാസ മേഖലയിൽ ഏതാണ്ട് ഒരു 80 ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പഠനം നടത്തിയപ്പോൾ ബോക്സൈറ്റ് ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു വരുന്നതായിട്ടാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ രഹസ്യമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ പാരിസ്ഥിതികവും ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ ബോക്സൈറ്റ് ഖനനം. ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. പൊതുവെ വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് വലിയ നിലയിലേക്കുള്ള ജലക്ഷാമം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് ആശങ്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും കാണാത്ത രീതിയിൽ തികച്ചും ജനവാസ മേഖലയിൽ ജനസാന്ദ്രതയേറിയ സ്ഥലത്താണ് വനഭൂമിയായിട്ടുള്ള 82 ഹെക്ടർ സ്ഥലത്ത് ഈ ഖനനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ ഒരു കാരണവശാലും ഈ ഖനനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മെയ് മാസം 1-ാം തീയതി വലിയ നിലയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സമരസമിതി രൂപീകരണവും ഒരു സൂചനാ സമരം എന്ന നിലയിൽ മനുഷ്യമതിലും തീർത്തത്. തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സമരസമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. K ജയൻ സ്വാഗതം പറഞ്ഞു. സമരസമിതി രൂപീകരണവും നടന്നു. ഭാരവാഹികളായി A വിജയകുമാറിനെ ചെയർമാനായും KP സുജല, മോഹനൻ കാടകം, KV നവീൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും K ജയനെ കൺവീനറായും PP ശ്യാമളാദേവി, KP രജീഷ്, രജിത്ത് കാടകം എന്നിവരെ ജോയിന്റ് കൺവീനറായും CK വിജയകുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.